എനിക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ ടീനേജ് ആയത് ആ കുട്ടികളുടെ ഒന്നും ഇമോഷൻ പ്രശ്നമല്ല. മരണം കഴിഞ്ഞിട്ട് അമ്മേന്റെ ഫേസ് എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാര് കരയുന്നത്. ഇത്ര പബ്ലിസിറ്റി കൊടുത്ത്, ഇത്ര റൊമാൻറ്റിസൈസ് ചെയ്ത്, ഇത്ര ഗ്ലോറിഫൈ ചെയ്തൊരു ഫേസ്. അപ്പോൾ ഷിഞ്ചിതയ്ക്കും കുട്ടികളുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഷിഞ്ചിതയെ കുറ്റം പറയുമ്പോഴും അപ്പോൾ അവൾക്കും 2 മക്കളുണ്ടെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ഇത്രയും അധപ്പതിച്ച ഒരു അഭിപ്രായം ഇതുവരെ കേട്ടിട്ടില്ല. ഇതെന്ന് വെച്ചാൽ അവൾക്ക് കുട്ടികളുണ്ടെന്നുള്ള ബോധം അവൾക്കാണ് വേണ്ടത്. അവൾക്കല്ലേ വേണ്ടത്. അവൾക്ക് കുട്ടികളുള്ള ആദ്യം ബോധം വേണ്ടത് അമ്മയ്ക്കാണ്. ആ ബോധം ഇല്ലാതെ ബസ്സിൽ കയറി ഓരോന്നൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നടന്നപ്പോൾ ഓർമ്മിച്ചില്ലായിരുന്നോ മക്കളുള്ള കാര്യം? എന്നിട്ട് അമ്മ കരഞ്ഞതിനും കൂടിയാണ് ഇവളിരുന്ന് പറയുന്നത്. നല്ല നാണം കെട്ട ജന്മം തന്നെ. മരണം കഴിഞ്ഞിട്ട് അമ്മേന്റെ ഫേസ് എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാര് കരയുന്നത്. ഇത്ര പബ്ലിസിറ്റി കൊടുത്ത്, ഇത്ര റൊമാൻറ്റിസൈസ് ചെയ്ത്, ഇത്ര ഗ്ലോറിഫൈ ചെയ്തൊരു ഫേസ്. നാളും കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരു മകനല്ല, 10 മക്കളുണ്ടെങ്കിലും അമ്മയ്ക്ക് മക്കളെല്ലാം ഒരു വിലപ്പെട്ടത് തന്നെ. അപ്പോൾ ആ മകൻ ഇല്ലാതാവുകയാണ്. ആ മകനെ ഇനി കാണാനേ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇപ്പം എവിടെയെങ്കിലും യാത്ര പോയി 2 ദിവസം അവർ നമ്മളെ വിളിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ. ഇപ്പോൾ നമ്മുടെ മക്കളെ സ്കൂളിൽ പോയി ഒരു സാധാരണ വരുന്നതിനേക്കാൾ കുറച്ച് വൈകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ടെൻഷൻ, അത് അമ്മയായിട്ട് നടക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവത്തില്ല. മനസ്സിലായില്ലേ? അമ്മ എന്ന് വെച്ചാൽ അതിൽ കുറച്ച് നന്മയും കൂടി വേണം. ആർക്ക് വേണമെങ്കിലും പ്രസവിക്കാം. പ്രസവിച്ചു എന്നും പറഞ്ഞ് അമ്മയാവുന്നില്ല. ഇവളൊക്കെ പേരിന് മാത്രമേ അമ്മയുള്ളെന്നേ പറയുന്നുള്ളൂ. ഈ സ്ത്രീ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ആ അമ്മയുടെ കണ്ണിൽ നിന്ന് അവർ ചിലപ്പോൾ ആ നിമിഷം ഒരുപാട് അത്രയ്ക്ക് അവർ ആ മനസ്സിനത്ര ഇത് അനുഭവിക്കുന്നുണ്ട്. കാരണം ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് ഇല്ല എന്നുള്ളൊരു മാനസികാവസ്ഥ, അതിനെയൊക്കെ അവൾ ഡ്രാമയായിട്ടാണ് അവൾ കാണുന്നത്. മനസ്സിലായില്ലേ? ഇവളെ പോലെയുള്ള കുറേ ആക്ടിവിസ്റ്റ് കുറേ എണ്ണങ്ങൾ ഉണ്ടല്ലേ ഇറങ്ങിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടി സപ്പോർട്ട് പിടിക്കുന്ന ഇവളെ പോലുള്ള അവളൊക്കെ ആ അമ്മയുടെ കണ്ണുനീര് ഡ്രാമയായിട്ടാണ് കാണുന്നത്. പിന്നെ കുടുംബത്തെക്കുറിച്ച് ഓർമ്മ തെറ്റ് ചെയ്യുന്നവർക്കും കൂടി ഉള്ളത് നല്ലതാണ്. തനിക്കൊരു ഭാര്യ ഉണ്ടെന്നോ, അതിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തനിക്കൊരു ഭാര്യ ഉണ്ടെന്നോ കുടുംബം ഉണ്ടെന്നോ മക്കളുണ്ടെന്നുള്ള ബോധം എല്ലാവർക്കും ഉള്ളത് നല്ലതാണ്. മനസ്സിലായില്ലേ? എല്ലാവർക്കും കുടുംബം ഉള്ളതാണ്. ആ ഒരു ചിന്തയോടെ പ്രവർത്തിക്കുക. പ്രവൃത്തിയിലെല്ലാം കന്നന്തിരിവും വൃത്തികേടും ചെയ്തു വെച്ചിട്ട് പിന്നീട് മറ്റുള്ളവർ ഇതാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവൾ പറയുന്ന ഈ അമ്മ അത്രയും ഡ്രാമയായിട്ടാണ് അഭിനയിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയോ അവർ ചെയ്യുന്നത്? അവർ സിമ്പതി പിടിച്ചു പറ്റിയിട്ട് അവർക്ക് എന്താ കിട്ടിയത്? അവർക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അവർക്ക് അവരുടെ ജീവനാണ് ആ നഷ്ടപ്പെട്ടത്. മനസ്സിലായില്ല? അവരുടെ ആ മകനാണ് അവരുടെ ജീവൻ. ഇനി അവർ വെറും ഒരു ശരീരമാണ്. അവരുടെ ശരീരത്തിൽ നിന്ന് ജീവനാണ് പറിച്ചു മാറ്റിയത് ഈ ഷിഞ്ചിത ഒറ്റ കാരണം. നിൽക്കുക പറയുന്നതും ഒരു ഇമോഷണൽ സപ്പോർട്ട്, 2 കുട്ടികളുടെ ഗ്രോത്തിന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നത്. സ്വന്തം അമ്മയെ ഇങ്ങനൊരു കേസിന് അറസ്റ്റ് ചെയ്ത് പോകുമ്പോൾ കുട്ടികളുടെ മെന്റൽ സ്റ്റെബിലിറ്റിയും കുട്ടികൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതാരാണ് ചിന്തിക്കേണ്ടത്? ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു കാര്യത്തിൽ കുട്ടികളുടെ മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ആദ്യം ചിന്തിക്കേണ്ടത് അവളാണ്. ഇങ്ങനെയുള്ള എത്ര എണ്ണങ്ങൾ കൊടി പൊക്കിയാലും അവളെ വെറുതെ വിടരുത്. വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകളൊക്കെ ഇനിയും ഇതിനുള്ള ചൂഷണങ്ങൾക്ക് വീണ്ടും ഇരയാവും. ഇതൊക്കെ വെച്ച് മുതലാക്കാൻ കുറേ എണ്ണങ്ങളുണ്ട്. അപ്പോൾ നോക്കിക്കേ, മെന്റൽ സ്റ്റെബിലിറ്റി ആദ്യം ബോധം വേണ്ടത് കുട്ടികളുടെ അമ്മയ്ക്കാണ്, അല്ലാതെ നാട്ടുകാർക്കല്ല. മനസ്സിലായില്ലേ? നമ്മൾ പറയും കുട്ടികൾ കാണണം, അവളുടെ കുട്ടികൾ ഇതൊക്കെ കാണണം, അമ്മയുടെ പാദം മനസ്സിലാക്കണം. അങ്ങനെ ഒരു അമ്മയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലതുണ്ടല്ലോ ആ കുട്ടികളെ സേഫായിട്ട് വേറൊരു കൈകളിൽ എത്തണം തന്നെയാണ്. ഇങ്ങനെയുള്ള അമ്മയുടെ കൂടെ എന്തിനു ജീവിക്കുന്നു? ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവനവൻ്റെ ശരീരം ഉപയോഗിക്കുന്ന ഒരമ്മയുടെ കൂടെ എന്തിനാ കുട്ടികൾ ജീവിക്കുന്നു? ആ കുട്ടികളുടെ മെന്റൽ ഒന്നും പറ്റാൻ പോണില്ല. ആ കുട്ടികൾ നന്നാവത്തേ ഉള്ളൂ. അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആ കുട്ടികളെങ്കിലും നന്നാവും. അപ്പോൾ മെന്റൽ സ്റ്റെബിലിറ്റി അവിടെ നിൽക്കട്ടെ, അതിനൊരു കുഴപ്പമില്ല. കുട്ടികൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. കുട്ടികൾ ഈ പറയുന്നത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ ഫ്രണ്ട്സ്. ഇവളുടെ കൂടെയൊക്കെ ബസ്സിലോ ട്രെയിനിലോ എവിടെയെങ്കിലും കയറി പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. എൻ്റെ അച്ഛനെതിരെ 28 പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 10-28 പേർക്കെതിരെ കേസ് കൊടുത്ത ആളാണ് ഇരിക്കുന്നത്. അമ്പോ, നമ്മളൊക്കെ എത്രയോ ഇതൊക്കെ കണ്ട് കേട്ടൊക്കെ തട്ടി മാറ്റി തെറിവ് ചെയ്യും. ഇതിനൊക്കെ തൂങ്ങാനാണെങ്കിൽ ഇതിനേ നേരം കിട്ടുള്ളത്. കിട്ടാന്നുണ്ടെങ്കിൽ എന്തോരം കണ്ടന്റുകളാണ് തട്ടിത്തെറിച്ച് പോയിട്ടുണ്ടെന്നറിയാമോ യാത്ര ചെയ്ത സമയത്ത്? സത്യം പറഞ്ഞാൽ കിട്ടാനാണെങ്കിൽ നമ്മുടെ ഡിസബിലിറ്റി കമ്പാർട്ട്മെന്റിൽ വന്നിരുന്ന് സിഗരറ്റ് വരെ വലിച്ച ആളുകളുണ്ട്. മനസ്സിലായോ? ഡിസബിലിറ്റി കമ്പാർട്ട്മെന്റിൽ വന്നിരുന്ന് സിഗരറ്റ് വരെ വലിച്ച ആളുകളുണ്ട്. നമുക്കതൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് വരലായിരുന്നല്ലോ വേണമെങ്കിൽ.
പിന്നെ എന്തിങ്ങി ഇതിനൊക്കെ ഇതിൻ്റെ പുറകെ തൂങ്ങിയാൽ എന്ത് ഇതൊക്കെ എവിടെ വരെയൊക്കെ പോകുമെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ നമ്മുടെ പാടായി. പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ നോക്കും അതന്നെ പോലീസിൽ വിളിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ 10-28 നല്ലതാണ്. കണക്കൊക്കെ ഇങ്ങനെ ഒരു ഹാഫ് സെഞ്ചുറിയൊക്കെ അടിക്കട്ടെ ഭാവിയിൽ, അതിന് നല്ലതാണ് കേട്ടോ. സ്വന്തം അച്ഛനെതിരെ വരെ കൊടുത്ത ആളാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അടിപൊളി പാരമ്പര്യമാണ്. അപ്പോൾ എന്തായാലും നന്നായിരിക്കട്ടെ. നല്ലൊരു ആക്ടിവിസ്റ്റാണ്. ഭാവിയിലേക്കുള്ളൊരു മുതൽക്കൂട്ടാണ്. നല്ല ഒരു ലേഡിയാണ്. അത് ഊന്നി പറയുകയാണ് ഫ്രണ്ട്സ്. നല്ലൊരു ലേഡിയാണ്. ആരും ഒന്നും കുറ്റമൊന്നും പറയരുത് കേട്ടോ പിന്നെ അവർ പ്രത്യേകം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതെനിക്ക് അതിൻ്റെ വോയിസ് കിട്ടിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവൻ എന്ത് മുട്ടിയെന്ന് കണ്ടപ്പോൾ അവൻ എന്ത് അങ്ങോട്ട് മാറി നിന്നൂടെയെന്ന് ആ വീഡിയോയിൽ നല്ല വ്യക്തമായിട്ട് കാണാം. ഇത് കണ്ണിൽ വല്ലതും വാരിയിട്ടിട്ടാണോ ഇവർ കണ്ടതെന്നറിയില്ല. അതിൽ വ്യക്തമായിട്ട് കാണാം. ഇങ്ങനെ എടുത്തപ്പോൾ മുട്ടിയെന്ന് മനസ്സിലായപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. എവളാണ് പുറകെ നിന്ന് പോയത് അരേൻ്റെ പെട പോലെ. എന്നിട്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയണേ മുട്ടിയെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് മാറി നിൽക്കരുത്. ഇങ്ങോട്ട് മാറാൻ അതിനേക്കാളും കൂടുതൽ എങ്ങോട്ട് മാറാനാ? പിന്നെ ഡ്രൈവറിൻ്റെ സീറ്റിൽ പോയിരിക്കണം, ഡ്രൈവറിൻ്റെ മടിയിൽ പോയിരിക്കണം. പിന്നെ അയാൾ കുറേ കഷ്ടം തന്നെ, കുറേ ആക്ടിവിസ്റ്റുകൾ. താങ്ക് യു ഫ്രണ്ട്സ്.